തെലങ്കാനയിലെ കെമിക്കൽ ഫാക്ടറിയിലെ തീപിടുത്തത്തിലും സ്ഫോടനത്തിലും 10-ലധികം പേർ മരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിയന്തര സഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം നൽകും. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. 20-ലധികം പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അഗ്നിശമന സേനയും പോലീസും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, നിലവിൽ തെലങ്കാനയിലെ കെമിക്കൽ ഫാക്ടറിയുടെ അവസ്ഥ എന്താണ്? തീപിടുത്തം നിയന്ത്രണ വിധേയമായോ? ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. സഹായവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. പസമൈലാരം വ്യവസായ മേഖലയിലെ ഈ ഫാക്ടറിക്കാണ് തീപിടുത്തവും ഇത്തരത്തിൽ സ്ഫോടനവും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം 10-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 20-ലധികം പേരെ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ ഫാക്ടറിയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന തുടരുകയാണ്. കാരണം ഈ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ നിരവധി തൊഴിലാളികൾ ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു. ഫാക്ടറിയുടെ ഈ സമീപത്ത് നിന്ന് ആളുകളുടെ ദൃക്സാക്ഷികളുടെ മൊഴികൾ പരിശോധിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് ആദ്യം ഫാക്ടറിയിൽ നിന്നൊരു വലിയ സ്ഫോടന ശബ്ദമാണ് കേട്ടത്. പിന്നീട് വലിയ രീതിയിൽ പുക ഉയരുന്നത് കണ്ടു. ഫാക്ടറിക്കുള്ളിൽ നിന്ന് തീ ഉയരുന്നതുമാണ് കണ്ടത്. അതായത് ഫാക്ടറിയിലെ ഏതെങ്കിലും ഉപകരണങ്ങൾക്കിടയിൽ സ്ഫോടനം ഉണ്ടാവുകയും പിന്നീട് അതൊരു വലിയ തീപിടുത്തവുമായി മാറി എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11-ലധികം ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. അഗ്നിശമന സേനയും പോലീസും ദുരന്ത നിവാരണ സേനയും സംയുക്തമായി രക്ഷാദൌത്യം നടത്തിയതാണ്. പ്രാഥമിക ഘട്ടത്തിൽ രക്ഷാദൌത്യം കാര്യക്ഷമമായി നടത്തിയതുകൊണ്ടാണ് 20-ലധികം പേരെയും പരിക്കുകളോടുകൂടി രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. സ്ഫോടനവും തീപിടുത്തവും സംബന്ധിച്ചുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തെലങ്കാനയിലെ പസമൈലാരം വ്യവസായ മേഖലയിലെ കെമിക്കൽ ഫാക്ടറിയിലാണ് ഇത്തരത്തിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായത്. നീലിമ.